നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രഹം, വളരെ കോൾഡായിട്ടുള്ള ഒരു പ്ലാനറ്റ് സാറ്റേൺ അഥവാ ശനിയുടെ അഷ്ടമത്തിലെ നിൽപ്പിനെ കുറിച്ചാണ്. വളരെ രസമുള്ള, വളരെ നിഗൂഢവും അതുപോലെ തന്നെ അതിഗൗരവമുള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്കും അഷ്ടമത്തിലെ ശനി. അത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജാതകം നിരീക്ഷിക്കുന്നവരാണെങ്കിൽ വിദ്യാർത്ഥികൾ 5-ലെ വ്യാഴം അതിനെന്തെങ്കിലും മാരക ബന്ധമോ ദോഷമോ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്താനം, പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദോഷമുണ്ടാക്കും. 3-ലെ ചൊവ്വ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇടയ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നം വരും, അത് മോശമായാൽ. 7-ൽ ശുക്രൻ അതുപോലെയാണ്. ശുക്രൻ എന്തെങ്കിലും മാരക ബന്ധമോ എന്തെങ്കിലും ദോഷമോ എന്തെങ്കിലും മാരക ഗ്രഹങ്ങളുടെ സ്വാധീനമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ, അത് ഇവൻ വ്യാഴമാണെങ്കിൽ പോലും ശുക്രൻ പെട്ടെന്ന് വെടക്കാവും. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം 3-ൻ്റെ കാരകൻ ആരാണ്? കുജനാണ്. 5-ൻ്റെ കാരകൻ വ്യാഴവും 7-ൻ്റെ കാരകൻ ശുക്രനും 9-ൽ രവി നിന്നാലും ഇതൊക്കെ തന്നെയാണ്. അപ്പം മോശമായി നിന്നാൽ നീചനായിട്ടൊക്കെ 9-ാം ഭാവത്തിൽ രവി വരികയാണെങ്കിലൊക്കെ കാരകോ ഭാവനാശക എന്ന് പറയുന്നൊരു പ്രമാണമുണ്ട്, അറിയോ? അതായത് കാരഗ്രഹം ഭാവത്തിൽ നിന്നാൽ ഭാവത്തിന് ദോഷം ചെയ്യുക. അത് മാരകബന്ധം ഉണ്ടെങ്കിലാണ്. ചുമ്മാതങ്ങ് നിന്ന ദോഷം ചെയ്യാത്തതും കണ്ടിട്ടുണ്ട്. 7-ൽ ശുക്രനുള്ളവരൊക്കെ മനോഹരമായിട്ട് ജീവിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മോശമായി ജീവിക്കുന്ന അല്ലെങ്കിൽ വിവാഹ ജീവിതം പൊളിഞ്ഞു പോയിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളവരെയും എൻ്റെ അനുഭവത്തിലുണ്ട്. ഒരു ജാതകം വിശകലനം എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അതിനെ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യമാണ് വിപരീതവും ശനിസ്മൃത. അതായത് ഈ വിപരീത ഫലം, ശനിക്ക് വിപരീത ഫലമാണ്. കാരണം അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ, അതായത് കാരഗ്രഹം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവവിഷയങ്ങൾക്ക് കേടാണെന്നുള്ളൊരു പ്രമാണമുണ്ട്. എന്നാൽ അതിന് വിപരീതമാണ് ശനി. ശനി 8-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ കാരകനായ ഗ്രഹം ആയുർസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ സാധാരണ ആയുസ് കുറയല്ലേ ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, വിപരീതവും ശനിസ്മൃത. ശനിക്ക് മാത്രം വിപരീതമാണ്. എന്താണെന്ന് വെച്ചാൽ ആയുസ് കൂടും. ആയുസ് കൂടുമെന്ന് വെച്ച് കഷ്ടപ്പാടൊന്നും കുറയൊന്നുമില്ല, ആയുസ് കൂടും. അപ്പം നമുക്ക് ഗുണപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പം. അതുപോലെ തന്നെ മോശപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാ ഗ്രഹങ്ങളും എവിടെയെങ്കിലും നിന്നൊക്കെ നിന്നാൽ മോശമായാൽ അത് മോശമായ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു, പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അതിൽ നമുക്ക് മാറാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ജന്മത്തിലെ ശനിയുടെ ഗുണപരമായിട്ടുള്ള സ്വാധീനങ്ങളെക്കുറിച്ച് പഠിക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ശാസ്താവിനെ, അയ്യപ്പസ്വാമിയെയും ശാസ്താവിനെയും ഒക്കെ സ്മരിച്ചുകൊണ്ട്, ഹനുമാൻ സ്വാമിയെ, കിരാതമൂർത്തിയെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ശനിയുടെ അഷ്ടമത്തിലെ ശനിയെക്കുറിച്ച് പഠിക്കാം. പലപ്പോഴും 8-ാം ഭാവത്തിലെ ശനിയെ വലിയ പേടിയാണ്. ഗോചരത്തിലൊക്കെ അഷ്ടമത്തിലെ ശനിക്ക് തൊട്ടുന്നതെല്ലാം കുറ്റം എന്നാണ് പറയുന്നത്. അഷ്ടമത്തിലെ ശനി കുറച്ച് ബുദ്ധിമുട്ടുമാണ് കേട്ടോ. ഗോചരത്തിൽ വരുന്നത്, ട്രാൻസിറ്റുകളിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുമാണ്. എന്നാൽ ഇതിൻ്റെ കുറച്ച് ഗുണവശങ്ങൾ ജാതകത്തിൽ വരുമ്പം ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ലോഞ്ചിവിറ്റിയാണ്, അതായത് ദീർഘായുസ്സാണ്. അതുപോലെ തന്നെ അത് ആയുസ്സിൻ്റെ കാരകനായ ശനി കാരകഭാവത്തിൽ നിൽക്കുമ്പോൾ സാധാരണ ദോഷം ചെയ്യുമെങ്കിലും ഇവിടെ ഗുണവാനായിട്ടും ബലവാനായിട്ട് നിന്നാൽ ദീർഘായുസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള, ദീർഘായുസ്സുള്ളത് കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി, ഒരു ശക്തി ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ഇവർ തിരിച്ചറിയുന്നത്. ചെറുപ്പത്തിലെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമെങ്കിലും ശനി വളരെ കോൾഡായിട്ടുള്ളൊരു പ്ലാനറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ തന്നെ ഒരു 30+ ഒക്കെ കഴിയും. അതായത് ആയുസ്സിൻ്റെ പകുതി കഴിയുമ്പോഴാണ് ഇവരൊക്കെ ആ ഒരു കോൾഡ് നേച്ചറിലേക്ക് എത്തുന്നതും തീരുമാനമെടുക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ്, ദീർഘായുസ്സും ശനിയുടെ ഒരു ഗുണഫലമാണ്. രണ്ടാമത്തത്, ശനി ഗവേഷണത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. റിസർച്ച് ആൻഡ് ഡെപ്ത്, വളരെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഇവരുടെ ഒരു ശേഷി. ശനി മോശമാണെങ്കിൽ ഈ കഴിവുണ്ടാവും, പക്ഷെ കടുത്ത മടിയായിരിക്കും.
ശനി അച്ചടക്കത്തിൻ്റെയും ക്ഷമയുടെയും ഗ്രഹമാണ്. 8ാം ഭാവത്തിലെ ശനി ഒരു വ്യക്തിക്ക് കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ളൊരു കഴിവ് നൽകും എന്നുള്ളതാണ്. പുരാവസ്തു ഗവേഷണം, പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ശനി എന്ന് പറയുന്നത് പുരാതനം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ, ഇപ്പോൾ ഒക്കൾട്ട് സയൻസ്, ഗൂഢശാസ്ത്രങ്ങളിലുള്ള താല്പര്യങ്ങൾ, ക്രിമിനോളജി, അതിനെക്കുറിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ നോക്കുന്നത്, അതുപോലെ തന്നെ ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ മേഖലകളിലെല്ലാം ഇവർ ശോഭിക്കും എന്നുള്ളതാണ്. ഈ നിഗൂഢശാസ്ത്രങ്ങളുടെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ഒക്കൾട്ടൊക്കെ ശരിക്കും അവർക്ക് ഗുണമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക അച്ചടക്കം ഇവർ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അഷ്ടമത്തിലെ ശനി ചിലവർക്കത് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭം ഇവർക്ക് കുറച്ച് വൈകി എത്തിയേക്കാം. അതായത് പെട്ടെന്ന് വരില്ല, കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു 30+ ഒക്കെ ആയി, അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഇവർ പോലും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പെട്ടെന്നൊരു സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാവാം. അല്ലെങ്കിൽ ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങളിലൂടെയും ലോങ് ടേമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി ഉള്ളത്, അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് വിൽക്കുന്നത് വഴി, അല്ലെങ്കിൽ ആ വഴി കിട്ടുന്ന സാമ്പത്തിക ലാഭം, ഇതൊന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇവർ പോലും അറിയാത്ത ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രദ്ധ വളരെ ചെറുപ്പത്തിൽ ചിന്തിക്കാതിരുന്നൊരു കാര്യങ്ങൾ ഒരു 30-35 വയസ്സിന് ശേഷം ചെയ്ത് തുടങ്ങി അത് ക്രമേണ വലിയ സാമ്പത്തികമായിട്ട് വളരും. ചില പുരുഷന്മാരെയും ചില സ്ത്രീകളെയൊക്കെ കണ്ടിട്ടില്ല, അവർ ചില ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു 30+ ഒക്കെ കഴിഞ്ഞായിരിക്കും അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പം ജീവിതത്തിലൊരു നിസ്സഹായ അവസ്ഥ വരുമ്പം, 8ലെ ശനി ഒരു വിരക്ത സ്വഭാവം കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ വരുന്ന സമയത്ത്, കഷ്ടപ്പാട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അവരതുവരെ അവർക്ക് കഴിവില്ലാന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് അതിൽ വളരെ സക്സസ്ഫുൾ ആവുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരനുഭവമാണത്. അത് നിരീക്ഷണത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. പലരുടെയും ജാതകങ്ങളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഞാനത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിപ്പം ബിസിനസ്സൊക്കെ ചെയ്തിട്ടിരുന്ന ആൾക്കാർ പിന്നീട് ജോലിയിലേക്ക് മാറിയിട്ട് അങ്ങനെ ജോലിയിൽ സക്സസ്ഫുൾ ആവുക. ചിലവർ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ വീട്ടമ്മയായിട്ടിരുന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് അവർ വിജയിക്കുന്നതൊക്കെ നമ്മൾ ആലോചിച്ചു. ദൈവമേ, ഇവർക്കിത് പറ്റുമായിരുന്നോ? അപ്പോൾ അവർ തന്നെ പറയും, എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എങ്ങനെയോ അങ്ങ് ചെയ്തു പോയി. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വന്നപ്പോൾ, എനിക്കൊരു നിസ്സഹായത വന്നപ്പം എൻ്റെ മുന്നിൽ ഈ ഒരു വഴിയായിരുന്നു. അത് ആരോ മോട്ടിവേറ്റ് ചെയ്തതാണ്, അല്ല ആരോ പറഞ്ഞതാണ്, അല്ല എനിക്ക് ഇന്ന ആളിന് വേണ്ടി ഞാനതങ്ങ് ചെയ്തതാണ്, പക്ഷേ അതങ്ങനെ അങ്ങ് ആയി. അപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി, അപ്പോൾ വീണ്ടും അങ്ങ് ചെയ്തു തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ പല തരത്തിൽ പല പോസിബിലിറ്റീസ് ഉണ്ട് ഇതിന്. അപ്പോൾ പറയും. പക്ഷേ പല പോസിബിലിറ്റീസ് പല രീതിയിൽ പല സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമെങ്കിലും നമ്മൾ അസ്ട്രോളജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഉണ്ടാവാം. 8th ഹൗസ് സാറ്റേണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഇവർ ആത്മീയതയിലേക്കോ യോഗയിലേക്കോ ധ്യാനത്തിലേക്കോ ഒക്കെ തിരിയുന്നു. അവിടെ വലിയ അറിവ് നേടുകയും മനസമാധാനമുണ്ടാവുകയും ചെയ്യും. കാരണം ഈ ശനി ജഡ്ജാണ്. ഒരു ക്ലെൻസിങ് നടക്കും. ഉള്ളിൽ ഒരു ക്ലെൻസിങ് നടക്കും. ചില ജീവിതാനുഭവങ്ങൾ വന്ന്, പ്രത്യേകിച്ച് വിവാഹത്തിനൊക്കെ ശേഷം, അല്ലെങ്കിൽ ബാല്യകാലത്ത് മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു ടീനേജ് കാലം മുതൽ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ, ഇഷ്ടങ്ങൾ, വാസനയ്ക്കൊക്കെ വിപരീതമായിട്ട് ചില കാര്യങ്ങൾ വഴി പ്രതിസന്ധികൾ വന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക്, റിലീജിയസ് അല്ല, സ്പിരിച്വാലിറ്റിയിലേക്ക് വീഴും. അത് പൂർവ്വജന്മമായിട്ടുള്ളൊരു വാസനയാണ്. പ്രത്യേകിച്ച് ആത്മീയതയിലേക്കോ ധ്യാനത്തെയും യോഗയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനിയും ദോഷപരമായിട്ടുള്ള സ്വാധീനങ്ങൾ നോക്കാം. ശനി നല്ലതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മോശപരമായിട്ടുള്ള കാര്യങ്ങൾ. അഷ്ടമത്തിലെ ശനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഡിലേ ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ആണ്, തടസ്സങ്ങൾ.
വൈകൽ, ഒരു കാര്യത്തിന് വളരെയധികം പ്രയത്നിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഫലം ലഭിക്കാൻ വൈകുന്നത് പലപ്പോഴും മാനസികമായിട്ടുള്ള മടുപ്പ് ഉണ്ടാക്കും. എത്ര ചെയ്തു, എത്ര കഷ്ടപ്പെട്ടു, എനിക്ക് വെറുതെ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല, ഞാൻ എഫേർട്ട് ഇടുന്നതിൻ്റെ അത്രയും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. മടുത്തിരിക്കുമ്പം ഇല്ല, ഹനുമാനെ നമ്മൾ ശരിക്കും കുത്തി ഉണർത്തേണ്ടത് പോലെ ഇവരെ ഉണർത്തിക്കൊണ്ടിരിക്കണം. ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണം. സെൽഫ് മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോൾ വലിയ പ്രാരാബ്ധങ്ങളിലൂടെ കടന്നു സ്വാഭാവികം ആരായാലും ഇരുന്ന് പോവുമല്ലോ. എത്ര വലിയ പുറമേ കാണിക്കുന്ന ഷോയൊക്കെ ഉള്ളൂ മിക്കവർക്കും. വലിയ വണ്ടികളുണ്ടാവും, വലിയ വീടുകളുണ്ടാവും, വലിയ ജോലിയിലായിരിക്കും. പക്ഷേ മടുപ്പ്, ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും നമ്മൾ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക്, പല ആൾക്കാരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്രയൊന്നും വേണമെന്നില്ല, സാധാരണ ആൾക്കാരുടെ ആണല്ലോ ഈ അഷ്ടമത്തിൽ ശനിയുള്ളവരുടെ പലരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവരുടെ ജീവിതം, ഇവർക്കൊന്നുമില്ല. ഇവർ കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചിലപ്പം തളർന്ന് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു മടുപ്പാണ്, വൈകൽ, ഡിലേയിങ്, എല്ലാത്തിനും തടസ്സം, ആ ഒരു മടുപ്പ് വരും. പക്ഷെ അത് സ്പിരിച്വാലിറ്റിയിലൂടെ ഓവർകം ചെയ്യാൻ പറ്റും. ഒരുപാട് പേരങ്ങനെ സ്പിരിച്വാലിറ്റിയിലൂടെ ഓവർകം ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. മരിക്കത്തുമില്ല, ദീർഘായുസുണ്ടല്ലോ, അപ്പം മരിക്കത്തില്ല. അപ്പം വിട്ടുമാറാത്ത രോഗങ്ങൾക്കോ ശസ്ത്രക്രിയകൾക്കോ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അസ്ഥികൾ, സന്ധികൾ, ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടത്, ആർത്രൈറ്റീസ്, അതുപോലെ പരുക്കൻ തൊലികൾ, ഈ ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. ഇവരുടെ ഫ്രണ്ടിലത്തെ അത്രയും ബലം കൂടി അഷ്ടമത്തിലെ ശനിയുള്ളവരുടെ പല്ല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് തൂമ്പാപ്പല്ലെന്നൊക്കെ പറയും നമ്മൾ. കുറച്ച് ഫ്ലാറ്റായിട്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും. ഒരുപാട് അല്ല, പക്ഷെ അത് ശ്രദ്ധിച്ചറിയാം. മുഖത്തൊരു പരുക്കലും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത. അതിനെക്കുറിച്ച് നിങ്ങളത് പഠിക്കണം. ശനിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എത്ര ഒരുങ്ങിയാലും ആ ഒരു സങ്കടം, അല്ല ഈ ഒരുപാട് മാനസികമായിട്ട് മടുപ്പ് അനുഭവിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തതിൻ്റെ ഒരു ഇത് എത്ര ചിരിച്ചാൽ ചിലപ്പോൾ അവർ വളരെ സ്വസ്ഥമായിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവരുടെ മുഖത്ത് ആ ഒരു അഷ്ടമശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരു 35+ അല്ലെങ്കിൽ 40+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ആർത്രൈറ്റീസ് ഒക്കെയാണ്. വാദസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക തർക്കങ്ങൾ, പൈതൃകപരമായിട്ട് ലഭിക്കേണ്ട സ്വത്തുക്കൾക്ക് തർക്കങ്ങളോ നിയമപരമായിട്ട് പ്രശ്നങ്ങളോ നേരിടേണ്ടി വരാം. മനസ്സിലാവുന്നു. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമുകൾ കിട്ടാൻ വൈകുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകിന് പോകുക, അവർക്കെതിരെ കേസ് കൊടുക്കുക, ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരിക, അതിൻ്റെ കേസുകൾ വരിക, അത് നിമിത്തം മാനക്കേടുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാം. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കമാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണമില്ല, ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. ആരോടും ഒരു സ്നേഹമോ അവനോട് പോലും ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. അത് ഡിപ്രഷൻ്റെ ഒരു രീതിയാണ്. ഡിറ്റാച്ച്മെൻറ്റ് അങ്ങനെയല്ല. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ, അഥവാ അറിയാതെ കാണും നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്ത് പോയി ചെറിയ വേദന ഉണ്ടായാൽ പോലും നമുക്ക് അധികം നേരം നമ്മുടെ മനസ്സിൽ നിൽക്കില്ല, അതങ്ങ് മാറും. അതാണ് ഡിറ്റാച്ച്ഡ്, അതാണ് ഡിറ്റാച്ച്മെൻറ്റ്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ചെയ്യുന്ന കാര്യം. പക്ഷെ മറ്റേതങ്ങനെയല്ല. ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്ന ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്നത് മടുപ്പാണ്. അത് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കും. ജീവിതത്തിലെ നിഗൂഢമായ ഭയങ്ങൾ, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റികൾ, ഉള്ളിലെ ഭയങ്ങൾ, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥകൾ ഒരുപാട് അലട്ടാറുണ്ടാവും എന്നുള്ളതാണ്. അപ്പം ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വേർപിരിയലുകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ടും, മനുഷ്യനല്ലേ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിമിത്തമുണ്ടാകുന്ന കടുത്ത മാനസിക പിരിമുറുക്കങ്ങൾ ഇവരെ ഒരു പ്രായം വരെ അലട്ടും. അത് ജോലിയിലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം. ഒരു മാനസിക പിരിമുറുക്കങ്ങൾ നമുക്ക് വരാം. അപ്പോൾ അതിനെ അങ്ങ് ഓവർകം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിനെയോ എടുത്തൊക്കെ പോയി ഈശ്വര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മെഡിറ്റേഷൻ. ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങളങ്ങ് മാറ്റി വെക്കുക ഇതിന് വേണ്ടിയിട്ട്. അല്ലാതെ എത്ര കാലം കൊണ്ട് ഓടുന്നില്ലേ,
ഇത്രയും കാലം കൊണ്ട് ഓടുന്നില്ലേ, ഓടിയിട്ടും ഇതൊക്കെ തന്നെയല്ലേ. അപ്പം ഒരു അരമണിക്കൂർ ഈശ്വര സേവയ്ക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കുക, അത് നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയും ചെയ്യും. ഇനി എൻ്റെ ചില ഡീപ്പ് ഇൻസൈറ്റ്, അതായത് ഞാൻ എൻ്റെ കൺസൾട്ടേഷനുകളിൽ നിന്ന് പഠിച്ച ചില അനുഭവങ്ങൾ, ഞാൻ എഴുതി വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ കാലഘട്ടവുമായിട്ട് യോജിച്ചുള്ള ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സൂചന പോലെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പങ്കാളിയുമായിട്ടുള്ള ബന്ധമാണ്. അത് പങ്കാളിയുടെ സാമ്പത്തിക സ്ഥിതിയിൽ ശനി ധാരാളം നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. 8-ലെ ശനിക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഒരു പക്ഷേ വിവാഹശേഷം സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, കടുത്ത സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പലതും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ദൈവം ഇത് ഞാൻ ചെയ്തതാണോ, ഇത് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ, ഇപ്പോൾ ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരവസ്ഥ. അതായത് നമ്മൾ പണ്ട് ഒരു കംഫർട്ട് സോണിലിരുന്ന് നമ്മൾ അറിയാതെ പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ചെയ്ത് വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇത് ഞാൻ ഒരുപാടിടത്ത് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് മരണത്തോടുള്ള കാഴ്ചപ്പാടാണ്. അഷ്ടമത്തിൽ ശനിയുള്ള ചില ആൾക്കാരോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഒരേ രീതിയിലാണ് അതിനെ പ്രതികരിച്ചത്. അപ്പം മരണം ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ഗൗരവപരമായിട്ടുള്ളൊരു ചിന്താരീതി ഉണ്ടായിരിക്കും. ഇതവരെ കൂടുതൽ പക്വതയുള്ളവരാക്കും. പിന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നവരോ അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നവരോ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല അഷ്ടമത്തിൽ ശനി നിൽക്കുന്നവർ പ്രതികരിക്കുന്നത്. വളരെ കൂളായിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. അത് കുഴപ്പമില്ല, അത് റെഡിയാക്കി എടുക്കാമെന്നൊക്കെ ഇവർക്കൊരു തോന്നൽ വരും. ആ ഒരു കാര്യത്തിൽ ചില ആൾക്കാരിൽ ആ വിൽ പവർ അതൊരു വലിയ കാര്യം തന്നെയാണ്. അടുത്തത് കുറച്ച് രഹസ്യ സ്വഭാവം എന്നാണ്. അപ്പം സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഇവർക്ക് വളരെ മടിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും അവരുമായിട്ടൊന്ന് സെറ്റാവാൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും. ബലവാനായ ശനിയാണെങ്കിൽ എല്ലാത്തിലും ഒരു സ്ലോയാണ്, സമയമെടുക്കും. ഇത് പലപ്പോഴും ഒരു അപ്രതീക്ഷിത വ്യക്തിത്വത്തിന്, അതായത് നമ്മൾ പറയത്തില്ലേ ഒരു മിസ്റ്റീരിയസ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് മിസ്റ്റീരിയസ് ആണ് അവർ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി കുറച്ച് നിഗൂഢമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സ്വഭാവമാണ് അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇവരുടെ ഈ ഒരു നേച്ചർ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കാര്യം ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ മനുഷ്യരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈശ്വരനോട് പറയുക, ക്ഷേത്ര ദർശനം അത് നിർബന്ധമാക്കുക. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഇതെല്ലാം പറയുന്നതൊരാവശ്യമാണ്. സാക്ഷാൽ ഈശ്വരൻ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതീന്ന്, ഭവിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ വസിക്കുന്ന ആ ഈശ്വര സങ്കല്പം, ആ ഈശ്വരൻ നമ്മളെ ഐശ്വര്യപൂർണ്ണമാക്കുന്ന അത് നമ്മളിലേക്ക് സ്വീകരിക്കും. അതെവിടെ വേണേലും, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ജാതിയിൽപ്പെട്ടാലും എങ്ങനെയാണെന്നും അറിയില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഈശ്വരൻ എന്ന് പറയുമ്പം ഈ അടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ദൈവം എന്ന് പറയാം, പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്നത് അത് വേറെ മതമാണെന്ന്. ദിവ്യ എന്നുള്ള ധാതുവിൽ നിന്നാണ് ദൈവം എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത്. എന്നിട്ട് അത് ഒരു ആൾക്കാരുടെ മാത്രമാക്കി വെച്ചിട്ട് ഈശ്വരൻ എന്ന് പറയുന്നത് അന്യമതമാണെന്ന് പറയുന്നതൊക്കെ ശരിക്കും വളരെ ചുരുങ്ങിയ ചിന്താഗതിയിലാണ്. ദൈവത്തെ ഓർത്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആരും അധികം റിലീജിയസ് ആവരുത്, നിങ്ങൾ നല്ല സ്പിരിച്വൽ ആവുക. അത് നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ ഉയർച്ചയെയും അത് സ്വാധീനിക്കും. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം തോന്നാം, പക്ഷേ എന്നാലും എൻ്റെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായമാണ്, നിങ്ങൾ കടുത്ത സ്പിരിച്വൽ ആവുക. റിലീജിയസ് കാര്യങ്ങളിൽ ഒരു പരിധിക്ക് മേളിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹം അങ്ങനെയാണ്. എക്കാലങ്ങളിലും എന്തെങ്കിലുമൊക്കെ കാണും നമ്മളെ ബൈൻഡ് ചെയ്യാൻ.
ചിലപ്പോൾ അത് ജോലിയുടെ ഇതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന നാട്ടിലെ ലോ ആയിരിക്കാം നമ്മളെ ഭരിക്കും. നമുക്ക് കുറേ സ്വാതന്ത്ര്യക്കുറവ് അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇപ്പം കേരളത്തിൽ ജീവിക്കുന്നവർ നമുക്ക് വിദേശത്ത് പോയി പല സ്ഥലങ്ങളിലും ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്ത്യയിൽ പറ്റില്ല. അങ്ങനെയൊക്കെ പല ലോ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ജനിച്ചു വരുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായ നിങ്ങൾക്ക് ഏറ്റവും വിലയുള്ളത് അത് നിങ്ങൾ തന്നെയാണ്. നമുക്കൊരോരുത്തർക്കും നമ്മളാണ് ഏറ്റവും വലുത്. അപ്പം നമ്മളുടെ മനസമാധാനത്തിന് ഈശ്വര സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ സ്പിരിച്വാലിറ്റിയിലൂടെ അതിനെ കാണുക, സ്പിരിച്വാലിറ്റിയുടെ കണ്ണിലൂടെ കാണുക, മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണിലൂടെ കാണുക, ദൈവികമായിട്ടുള്ള അല്ല ഈശ്വരീയമായിട്ടുള്ള തലത്തിലൂടെ അതിനെ കാണുക. അപ്പോൾ അത് ഒന്ന് പറയണമെന്ന് ഈ സമയത്ത് തോന്നി. അത് ചെയ്താൽ നിങ്ങൾക്ക് വല്ലാത്ത മാറ്റമുണ്ടാവും. അതിനോട് ഭഗവാനോട് പറയാം, അല്ലെ ഭഗവതിയോട് പറയാം, അല്ലെ നിങ്ങൾ ജീസസിനോട് പറയാം, ഇല്ല എന്തിനോട് വേണേലും പറയാം. നിങ്ങൾക്ക് എന്താണോ കറക്റ്റ്, നിങ്ങളുടെ തലവുമായിട്ട് നിങ്ങളുടെ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിങ്ങൾ പഠിച്ചത് എന്താണോ അതുമായിട്ട് ചേർന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാം ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും നമ്മളെല്ലാം ഭൂമിയിലേക്ക് ചേരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് ഉയർന്ന തലങ്ങളെ അന്വേഷിച്ചുള്ള യാത്രയിൽ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നദികൾ, വിവിധങ്ങളായിട്ടുള്ള കരകളിലൂടെ സഞ്ചരിച്ച് സമുദ്രത്തിലേക്ക് എത്തുമ്പോൾ സമുദ്രം ഒരിക്കലും ഒരു പന്തിപക്ഷം കാണിക്കാറില്ല. നീ കലങ്ങിയാ വന്നേ, നീ വെളുത്ത നിറത്തിലാ വന്നേ, നീ പച്ച നിറത്തിലാ വന്നേന്നൊന്നും പറയാറില്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് സമുദ്രം. അതാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ പരമമായ സത്യം, ശിവൻ, ആ പരാബോധം എന്ന് പറയുന്നത്, ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ശരണം പ്രാപിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം അഷ്ടമത്തിലെ ശനി നിൽക്കുന്ന ആൾക്കാരുടെ കാർമിക് ലിങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പരിഹാരങ്ങളും, പ്രത്യേകിച്ച് ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. അത് ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് പറയുകയാണ്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അവശത അനുഭവിക്കുന്നവരെയോ ദരിദ്രരെയോ സഹായിക്കുന്നത് ശനിപ്രീതിക്ക് വളരെ വലുതാണ്. വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്നതും ശനിപ്രീതിക്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ പതിവായിട്ട് ധ്യാനിക്കുന്നത്, ധ്യാനം, സന്യാസം, ഇതെല്ലാം ശനിയുടെ കാരകത്വത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. പിന്നെ ശിവപൂജ, ഹനുമാൻ ചാലിസ, ശാസ്താവ്, ഇങ്ങനെ തുടങ്ങി അനേകായിരം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കേൾക്കുന്ന അഷ്ടമത്തിലെ ശനിയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഡിലേ, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ പ്രകൃതി തയ്യാറെടുപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചെറിയ വികാരങ്ങളിൽ എനിക്ക് പ്രാഗി ഡിപ്രസ്ഡായി ഇരിക്കുന്നതിന് പകരം എന്തോ ഒരു കാര്യമുണ്ട് എന്നെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിൽ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ആ സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റെപ്പ്, അതിനുള്ള വിൽ പവർ നിങ്ങൾ കൊണ്ട് അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമസ്കാരം.